ദാമുവും നന്ദുവും രണ്ട് അനാഥകളായിരുന്നു. അവർ രണ്ടുപേരും ചെറുപ്പം മുതൽ തന്നെ നല്ല കൂട്ടുകാരായിരുന്നു. രണ്ടുപേരും എവിടേക്ക് പോയാലും ഒന്നിച്ചേ പോകാറുണ്ടായിരുന്നു. രണ്ടുപേരും ഒന്നിച്ചു തന്നെ കൂലി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ രണ്ടുപേരും തനിച്ചായിരുന്നു താമസം. വേറെന്താ, ജീവിക്കാൻ ഒരുപാട് കാശ് കിട്ടുവാണെങ്കിൽ വലിയ വീടും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകും. ഒരു കുടുംബമായിരിക്കുമ്പോൾ ഒരു കാര്യത്തിനും യാതൊരു കുറവുണ്ടാകാൻ പാടില്ല. നിന്റെ കയ്യിൽ ഒരുപാട് കാശ് കിട്ടുവാണെങ്കിൽ നീ എന്ത് ചെയ്യും? നീ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് കാശ് കിട്ടുവാണെങ്കിൽ പാവപ്പെട്ടവരെയൊക്കെ ഞാൻ സഹായിക്കും. എടാ ദയാലു, നിന്നെക്കുറിച്ച് നീ എന്തെങ്കിലും ചിന്തിച്ചോ? അത് പറയേ. ഇതുവരെയില്ല. എനിക്ക് തോന്നുന്നത് പറയട്ടെ. നിന്നെപ്പറ്റി ഞാൻ ആലോചിക്കേണ്ട ഗതികേടാ ഇപ്പോ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. രണ്ടുപേരും വളരെ സന്തോഷത്തോടെയായിരുന്നു. ദാമുവിന് നന്ദുവിനോട് ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു ദേഷ്യം. ദാമു എപ്പോഴും താൻ അധ്വാനിച്ച കാശിനെ പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു. ഇങ്ങനെ നീ സമ്പാദിക്കുന്ന കാശൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കുവാണെങ്കിൽ നിന്റെ ഭാവി എന്താവും? നോക്കൂ സുഹൃത്തെ, കൈക്കും കാലിനും കുഴപ്പമൊന്നും ഇല്ലാത്തതുവരെ അധ്വാനിച്ച് കാശുണ്ടാക്കും. പക്ഷെ ഇവരൊക്കെ പാവപ്പെട്ടവരല്ല. ഇവരെ ആര് സഹായിക്കാനാണ്? നീ ഇവരെ സഹായിച്ചില്ലെങ്കിൽ വേറെ ആരും കാണില്ലേ ഇവരെ സഹായിക്കുവാൻ? അങ്ങനെയൊന്നും കാണില്ലേ? ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്നേ എല്ലാവരും ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദാമുവും നന്ദുവും രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെയായിരുന്നു താമസം. ഒരു ദിവസം ദാമു വളരെ ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വന്നു. ഇന്ന് കുറച്ചുകൂടി കാശുണ്ടാക്കുമായിരുന്നെങ്കിൽ. അത് ശരി, നിനക്കെന്താ ഇപ്പൊ കാശിന്റെ ആവശ്യം? വഴിയിൽ വെച്ച് ഞാൻ അവശയായ ഒരു പാവപ്പെട്ട അമ്മയെ കണ്ടു. കണ്ണാ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? 2 ദിവസമായി ഞാൻ ആഹാരം കഴിച്ചിട്ട്. ഞാൻ എന്റെ പോക്കറ്റിൽ നോക്കി, പക്ഷെ എന്റെ പോക്കറ്റിൽ കാശൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. നിനക്കറിയാമോ ആ അമ്മ എത്ര അവശയായിരുന്നു എന്ന്? അവരൊന്നും കഴിച്ചിരിക്കാൻ ഇടയില്ല. ഇതാ കാശ്. ചെന്ന അമ്മയ്ക്ക് കൊടുത്തിട്ട് വാ. ആ, നന്ദി സുഹൃത്തെ, വളരെ വളരെ നന്ദി. ഞാൻ ആലോചിക്കുമായിരുന്നു ആ അമ്മയെ ഞാൻ എങ്ങനെ സഹായിക്കുമെന്ന്. ഞാനിങ്ങനെ ദാനം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. പിന്നെ നീ എന്തിനാ കാശ് തന്നത്? നിനക്ക് വേണ്ടി. ഒരുപക്ഷെ നീ ആ പാവ അമ്മയെ സഹായിച്ചില്ലെങ്കിൽ രാത്രി മുഴുവനും അവരെപ്പറ്റി ആലോചിച്ച് നീ വിഷമിച്ചുകൊണ്ടേയിരിക്കില്ലേ? പിന്നെ അത് എന്നോട് പറഞ്ഞോണ്ടിരിക്കും. അതൊന്നും കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാ ഞാൻ ഈ കാശ് നിനക്ക് തന്നത്. എന്തെങ്കിലും ആവട്ടെ, ഒരുപാട് നന്ദിയുണ്ട്. ആ കാശ് വാങ്ങിക്കൊണ്ട് ദാമു സന്തോഷത്തോടെ അമ്മുമ്മയുടെ അടുത്തേക്ക് ഓടി. ഇതാ അമ്മേ, എന്തെങ്കിലും മേടിച്ചു കഴിക്കേ. പക്ഷെ കുറച്ചു സമയത്തിന് മുൻപേ നിന്റെ കയ്യിൽ കാശില്ലെന്നാണല്ലോ പറഞ്ഞേ. എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോ അവൻ തന്നതാ. വളരെ നന്ദി മോനെ. ആ ദൈവം നിന്നെ തീർച്ചയായും അനുഗ്രഹിക്കും. നിനക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും. ദാമു കാശ് നൽകിയിട്ട് അവിടെ നിന്നും പോയി. ദാമു ഒരു ദേവിയുടെ ഭക്തനായിരുന്നു. ദാമു ദേവി ക്ഷേത്രത്തിൽ എപ്പോഴും ജോലി ചെയ്യുമായിരുന്നു. നാളെ ഉത്സവത്തിന് ഈ പൂക്കളെല്ലാം മാലയായി കെട്ടേണ്ടതുണ്ട്. അങ്ങ് വിഷമിക്കേണ്ട, ഞാനിന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ഇത് മാലയാക്കിക്കോളാം. നല്ലത് സംഭവിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകും. പൂജാരി അവിടെ നിന്നും പോയി. ദാമു തനിച്ചിരുന്ന് ആ പൂക്കളെ മാലയാക്കുകയായിരുന്നു. നേരം സന്ധ്യയിൽ നിന്നും രാത്രിയായി. രാമു തനിച്ചു തന്നെ മാലയൊക്കെ കെട്ടിത്തീർന്നു. നല്ല ക്ഷീണമുണ്ട്. ഇവിടെ കിടന്ന് കുറച്ചു നേരം ഉറങ്ങാം. എന്നിട്ട് ദാമു ക്ഷേത്രത്തിൽ തന്നെ ഉറങ്ങിപ്പോയി. ദാമുവിന്റെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു. അമ്മേ, അമ്മേ, മഹാമായേ. ദാമു, ഞാൻ നിന്റെ ഭക്തിയിൽ സമ്പന്നമായിരിക്കുന്നു. കേൾക്കൂ, നിനക്ക് എന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട അമ്മേ. അമ്മ എങ്ങനെ കാണാൻ പറ്റിയത് തന്നെ എന്റെ ഭാഗ്യമാ. പക്ഷെ ഞാൻ നിനക്ക് എന്തെങ്കിലും വരം തന്നേ പറ്റൂ. എന്നാൽ എനിക്ക് അങ്ങനെ ഒന്ന് തരൂ. ഞാൻ ആരെ എപ്പോ വേണമെങ്കിലും സഹായിക്കണമെന്ന് വിചാരിച്ചാൽ എന്റെ കയ്യിൽ കാശുണ്ടാവണം. തഥാസ്തു. നിന്റെ കയ്യിലുള്ള ഈ ബനിയൻ ഇന്നു മുതൽ ഒരു മാന്ത്രിക ബനിയനായി മാറിയിരിക്കുന്നു. നീ എപ്പോൾ ആർക്കു ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ചാലും ഈ ബനിയന്റെ പോക്കറ്റിൽ കാശുണ്ടായിരിക്കും. നന്ദി അമ്മേ. ദാമു ഉടൻ തന്നെ എണീറ്റു. അവനൊന്നും തന്നെ മനസ്സിലായില്ല. ഇപ്പോൾ കണ്ടത് സ്വപ്നമാണോ അതോ യഥാർത്ഥമാണോ എന്ന്. എന്നിട്ടെന്തായി? രാവിലെ ആയി. ദാമു ജോലിക്ക് പോകാൻ തുടങ്ങി. വഴിയിൽ അവൻ ആ അമ്മുമ്മയെ വീണ്ടും കണ്ടു. എന്റെ ഈ ബനിയൻ ശരിക്കും ഒരു മാന്ത്രിക ബനിയൻ ആയിരുന്നെങ്കിൽ ഞാൻ ഈ വയസ്സായ അമ്മയെ എങ്ങനെയെങ്കിലും സഹായിച്ചേനെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദാമു തന്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു. അപ്പോ അവന്റെ പോക്കറ്റിൽ നിന്നും യഥാർത്ഥത്തിൽ കാശ് വന്നു. ആ കാശിനെ കണ്ട് ദാമു ആശ്ചര്യത്തിലായി. അവൻ ആ കാശ് മുഴുവൻ അമ്മുമ്മയ്ക്ക് നൽകി. അവിടെ നിന്നും ദാമു നന്ദുവിനടുത്തേക്ക് പോയി. എന്നിട്ട് അവനോട് നടന്നതൊക്കെ പറഞ്ഞു. അതെങ്ങനെ സാധിക്കും? അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. എനിക്കും തരൂ കാശ്. ദാമു പോക്കറ്റിനകത്തേക്ക് കൈയിട്ടു. പക്ഷെ ഇപ്രാവശ്യം അവന്റെ പോക്കറ്റ് കാലിയായിരുന്നു. കണ്ടില്ലേ, മായോ ഇല്ല, മന്ത്രോ ഇല്ല, ഒന്നുമില്ല. പക്ഷെ ആദ്യം
ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തതാണല്ലോ. എനിക്ക് തോന്നുന്നു അത് നീ സ്വപ്നം കണ്ടതാണെന്ന്. പക്ഷേ ഇല്ല കിക്ഷയില്ല, നീ പോയി നിന്റെ ജോലി നോക്ക്. നന്ദുവും ദാമുവും വീണ്ടും കൂലി ജോലി ചെയ്യാൻ തുടങ്ങി. ദാമു ഇപ്പോഴും ആ മായ ബനിയനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. ഇതെല്ലാം സത്യമാണോ അതോ സ്വപ്നമാണോ? പെട്ടെന്ന് ഒരു കൂലി ജോലി ചെയ്യുന്ന അമ്മ കരഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നു. എന്റെ മോൾക്ക് ഒട്ടും സുഖമില്ല. അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാ. അവളുടെ ചികിത്സയ്ക്കായി എനിക്ക് കാശ് വേണം. ജോലി ചെയ്യുന്നവരൊക്കെ ഒരാൾ മാറി മാറി നോക്കാൻ തുടങ്ങി. ദാമുവിന് തോന്നി, ഈ സ്ത്രീയെ സഹായിച്ചാൽ എത്ര നന്നായിരുന്നേനെ. എന്നിട്ടെന്താ, അവൻ പോക്കറ്റിലേക്ക് കൈയിട്ടു. അപ്പോ അവന്റെ പോക്കറ്റിൽ നിന്നും നോട്ടുകെട്ട് പുറത്തേക്ക് വന്നു. ദാമു ആ നോട്ടുകെട്ടുകളെല്ലാം മലയടിക്ക് നൽകി. നന്ദി അനിയ, വളരെ വളരെ നന്ദി അനിയ. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ആശ്ചര്യത്തിലായി പോയി. ദാമുവിന്റെ കയ്യിൽ എവിടെന്നാ ഇത്രയും കാശ്? ദാമു, നന്ദു രണ്ടുപേരും ആശ്ചര്യത്തിലായി. കുറച്ചു സമയത്തിനു മുൻപേ അവന്റെ പോക്കറ്റിൽ ഒരു കാശ് പോലുമില്ല. പെട്ടെന്ന് ഇത്രയും കാശ് എവിടെ നിന്ന് വന്നു? ഞാൻ പറഞ്ഞില്ലേ ഈ ബനിയൻ മാന്ത്രിക ബനിയനാണെന്ന്. ഇതിന്ന് കാശ് വരും. അതല്ല, എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോഴേ ഇതിന്ന് കാശ് വരികയുള്ളൂ. മായ ബനിയൻ ദാമുവിന്റെ ആഗ്രഹത്തെ സാധിച്ചു കൊടുത്തു. ഇപ്പോൾ കാശ് ആവശ്യമുള്ള എല്ലാരെയും ദാമു സഹായിക്കാൻ തുടങ്ങി.